പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. UK-യിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ നിരോധനം കൊണ്ടുവരുന്നു. കുട്ടികളുടെ മാനസിക ശാരീരികാരോഗ്യം ലക്ഷ്യമിട്ടാണ് നടപടി. കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകി 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ നിരോധനം കൊണ്ടുവരാൻ നീക്കം നടത്തുകയാണ് UK. ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കാൻ തനിക്കാവുന്നത് ചെയ്യുമെന്ന് UK സാങ്കേതിക വിദ്യാ സെക്രട്ടറി പീറ്റർ കൈലെ പറഞ്ഞു. ഇതു സംബന്ധിച്ച രേഖകൾ കയ്യിലുണ്ടെന്നും തനിക്ക് ആദ്യം കൂടുതൽ തെളിവുകൾ ലഭിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കളിലെ സോഷ്യൽ മീഡിയയുടെയും സ്മാർട്ട് ഫോണുകളുടെയും സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 16 വയസ്സുവരെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതിനുള്ള നിയമം ലോകത്താദ്യമായി ഓസ്ട്രേലിയ അവതരിപ്പിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ കമ്മ്യൂണിക്കേഷൻ മന്ത്രി മിഷേൽ റോളണ്ട് അവതരിപ്പിച്ച ബിൽ ഓൺലൈൻ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ബിൽ പാസായാൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ 1 വർഷം വരെയെങ്കിലും സമയമെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡയിൽ അഭയാർത്ഥി നിയമത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടത് 14,000 വിദേശ വിദ്യാർത്ഥികൾ. നിയമപരിരക്ഷ ആവശ്യപ്പെട്ടവരിൽ ഇന്ത്യക്കാരാണ് മുൻപന്തിയിൽ. അഭയാർത്ഥി നിയമ സംരക്ഷണം തേടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന. 2024-ലെ ആദ്യ 9 മാസങ്ങളിൽ ഏകദേശം 14,000 ക്ലെയിമുകൾ ഫയൽ ചെയ്തു. 2024 ജനുവരിക്കും സെപ്റ്റംബറിനും ഇടയിൽ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 1,32,525 അഭയാർത്ഥി ക്ലെയിമുകൾ സ്വീകരിച്ചു. ഇതിൽ ഇതിനകം രാജ്യത്തുള്ള വ്യക്തികളിൽ നിന്ന് 84,645 എണ്ണം ഉൾപ്പെടുന്നു. ഇതിൽ അന്തർദേശീയ വിദ്യാർത്ഥികൾ 13,660 ക്ലെയിമുകൾ ഫയൽ ചെയ്തു. ഇത് 2023-ലെ മൊത്തം ക്ലെയിമുകളെ മറികടക്കുകയും 2018-ലെ 1,810 ക്ലെയിമുകളെക്കാൾ വളരെ ഉയർന്നതുമാണ്. ഇന്ത്യയിൽ നിന്ന് കാനഡയിൽ പഠിക്കുന്നത് 4,27,000 വിദ്യാർത്ഥികളാണ്. കാനഡയിൽ എത്തിയതിനു തൊട്ടു പിന്നാലെ അഭയാർത്ഥി ക്ലെയിമുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ ഡിസംബർ 31-ന് അവസാനിക്കും. ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ളത് 4 ലക്ഷത്തിലധികം വിദേശികൾ. 87% വിദേശികളാണ് ഇതുവരെ ബയോമെട്രിക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 4,70,978 വിദേശികളാണ് ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ളത്. ഇതിൽ 59% പുരുഷന്മാരും 41% സ്ത്രീകളും ഉൾപ്പെടുന്നു. കുവൈറ്റ് പൗരന്മാരിൽ 98% ബയോമെട്രിക് വിരലടയാളത്തിന് വിധേയരായിട്ടുണ്ട്. ബയോമെട്രിക് രജിസ്ട്രേഷൻ എത്തുന്നവർ സഹേൽ ആപ്പ്, മെറ്റ പ്ലാറ്റ്ഫോം മുഖേന അപ്പോയിന്റ്മെന്റ് എടുത്തു വേണം ബയോമെട്രിക് കേന്ദ്രങ്ങൾ എത്തേണ്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയുടെ ബജറ്റ് എയർലൈനായ ഫ്ലൈഡീൽ ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. അടുത്ത വർഷം ഇന്ത്യയിലേക്ക് ഫ്ലൈഡീൽ പറന്നു തുടങ്ങും. ഫ്ലൈഡീലിന് അടുത്ത 12 മാസത്തിനുള്ളിൽ ഇന്ത്യയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കമ്പനിയുടെ CEO സ്റ്റീവ് ഗ്രീൻവേ പറഞ്ഞു. ദേശീയ വിമാന കമ്പനി സൗദിയയുടെ അനുബന്ധ സ്ഥാപനമാണ് ഫ്ലൈഡീൽ. ജിദ്ദ, റിയാദ്, ദമാം എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് 30 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഇത് സർവീസ് നടത്തുന്നു. ഇന്ത്യ, ചൈന, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയാണ് ഇപ്പോൾ എയർലൈൻ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രീൻവേ പറഞ്ഞു. ഇന്ത്യൻ വിപണിയിൽ സാധ്യത ഏറെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എയർബസ് ഓപ്പറേറ്ററായ ഫ്ലൈഡീലിന് വർഷാവസാനത്തോടെ 38 വിമാനങ്ങളുണ്ടാകും. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇത് 88 കൂട്ടാൻ പദ്ധതിയിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. ഈ വർഷം ആദ്യ 9 മാസത്തിനുള്ളിൽ ഇതുവഴി സഞ്ചരിച്ചത് 68.6 ദശലക്ഷം യാത്രക്കാരാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വർഷം ആദ്യ 9 മാസങ്ങളിൽ വാർഷിക ട്രാഫിക്കിൽ 6.3% വളർച്ച കൈവരിച്ചു. 2024 സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം 68.6 ദശലക്ഷം യാത്രക്കാരാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ സഞ്ചരിച്ചത്. ഈ വർഷം 3-ാം പാദത്തിൽ മാത്രം ഏതാണ്ട് 23.7 ദശലക്ഷം യാത്രക്കാരാണ് ഈ വിമാനത്താവളം ഉപയോഗിച്ചത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ 3-ാം പാദത്തിൽ 1,11,300-ലധികം ഫ്ലൈറ്റുകൾ കടന്നുപോയി. ഇതോടെ ഈ വർഷത്തെ ആദ്യ 9 മാസത്തെ കണക്കുകൾ പ്രകാരം 3,27,700 ഫ്ലൈറ്റ് സർവീസുകളാണ് ഈ വിമാനത്താവളം വഴി കടന്നുപോയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6.4% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്.
2024 അവസാന പാദത്തിൽ 23.2 ദശലക്ഷം അതിഥികളെ സ്വാഗതം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.